സവർക്കറേയും അതുപോലെ തന്നെ ധാരാളം പേരെയും ഇന്ന് വളരെ വീര ആരാധ്യ പുരുഷന്മാരൊക്കെ ആക്കി മാറ്റി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പുതിയ ഗാഥകൾ രചിക്കുന്ന സമയത്ത് ചരിത്രത്തിലെങ്ങും ആരും പറയാതെ പോയ കുറേ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ കഥകൾ അവരുടെ പേരുകൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ബോധപൂർവം പലയിടത്തും തമസ്കരിച്ചപ്പോൾ അവരുടെ പേരുകാരായ മറ്റു പലരും അതിൻ്റെ വായനയിലേക്കും അതിൻ്റെ ചരിത്രത്തിലേക്കും കടക്കുന്നതിന് പകരം കിസ്സപ്പാട്ടുകളിലും ചോറുണ്ണുന്ന കാര്യങ്ങളിലേക്കും അതിൻ്റെ ഒരുപാട് സൂക്ഷ്മതയുടെ നളങ്ങളിലേക്കും ഒക്കെ കടന്നുപോയി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരാളിൻ്റെ തലയോട്ടി മാത്രമേ ഉള്ളൂ മജിസ്ട്രേറ്റ് ഓഫീസിൻ്റെ മുന്നിൽ കെട്ടിത്തൂക്കിയിട്ടത്. എന്നിട്ടും പകുതിയിരാഞ്ഞ് അത് ഉപ്പിലിട്ട് ബ്രിട്ടനിലേക്ക് കൊടുത്തുവിട്ടത്. അവിടെ ഏതാണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലം വരെ റോയൽ സർജൻസ് സംവിധാനത്തിൽ UK-യിൽ സൂക്ഷിച്ചു വച്ചിരുന്നത്. അത്രമേൽ അവർക്ക് ആ ആത്മവീര്യത്തോട് ക്രൂരമായി പ്രവർത്തിക്കാൻ തോന്നിയതിൻ്റെ കാരണം അത്രത്തോളം കരുത്തനായിരുന്നു അയാൾ എന്നതുകൊണ്ടാണ്. അയാളുടെ പേരാണ് ഡങ്കാ ഷാ അഥവാ മൗലവി അഹമ്മദുള്ള ഷാ. ഡങ്കാ ഷാ അഥവാ അഹമ്മദുള്ള ഷാ എന്ന ആൾ ഡങ്ക കൊട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ആളുകളെ കൂട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ സംഘാടകനായിരുന്നു, ധീര പോരാളിയായിരുന്നു അഹമ്മദ് ഷാ എന്ന മൗലവി അഹമ്മദ് ഷാ. അദ്ദേഹത്തെ മുരിശുമടിക്കുന്ന മൗലവി എന്നാണ് ജനങ്ങളൊക്കെയും വിളിച്ചു പോരുന്നത്. 1787 തമിഴ്നാട്ടിലെ മധുരയിലാണ് അദ്ദേഹം ജനിച്ചത്. മികച്ച വിദ്യാഭ്യാസവും യുദ്ധപരിശീലനവും നേടിയ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ അഗാധമായ പ്രാവീണ്യമുള്ളവരായിരുന്നു. മുസ്ലിം സമൂഹവും അവരുടെ പേരുകാരുമൊക്കെ ഏതോ നൂറ്റാണ്ടിൽ എന്തൊക്കെയോ പഠിച്ച് നടന്നിരുന്നവരാണ് എന്ന് ചരിത്രം എഴുതി പറ്റിച്ചവർ വായിക്കുമ്പോഴും ഡങ്കാ ഷാ അല്ലെങ്കിൽ അഹമ്മദ് ഷായെ പോലെയുള്ള മൗലവിമാർ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി നൽകിയ പോരാട്ടത്തിൻ്റെ വീര്യം കനലുകളായി പലയിടങ്ങളിലും തന്നെയുണ്ട്. ഡങ്ക കൊട്ടി ജനങ്ങളെ കൂട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രസംഗിച്ച് അവരുടെ ചെയ്തികൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ് ആളുകൾക്ക് ആവേശം നൽകിയാണ് ഡങ്കാ ഷാ മുന്നോട്ട് പോയത്. ഔദ്, ഫൈസാബാദ് മേഖലകളിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ ജനങ്ങളെയും പ്രഭുക്കന്മാരെയും എല്ലാം ഒന്നിച്ച് അണിനിരത്തി അന്നേ ബ്രിട്ടീഷുകാർ നെയ്തെടുത്ത ഹൈന്ദവ മുസ്ലിം ഭിന്നത അത് മാറ്റിവെക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആളിൻ്റെ പേരാണ് ഡങ്കാ ഷാ. 1857 ചിൻഹദ് യുദ്ധം അഥവാ ബാറ്റിൽ ഓഫ് ചിൻഹഡ് എന്ന് പറയുന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ നടന്ന വിപ്ലവസേനയെ നയിച്ചത് ബ്രിട്ടീഷ് ജനറൽ ഹെൻറി ലോൺസിൻ്റെ പടയെ പരാജയപ്പെടുത്തിയതും ഡങ്കാ ഷാ എന്ന ഈ അഹമ്മദ് ഷായായിരുന്നു. ഡങ്കാ ഷാ അന്ന് നടത്തിയ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ 20ഓളം ബ്രിട്ടീഷ് സൈനികരെയാണ് അദ്ദേഹം വകവരുത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് വല്ലാത്ത ദേഷ്യവും അതോടൊപ്പം ഭയവും ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ചരിത്രകാരനായ തോമസ് ഫ്രോസ്റ്റ് അഹമ്മദ് ഷായെ വിശേഷിപ്പിച്ചത് വടക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും വലിയ ശത്രു എന്നാണ്. അദ്ദേഹത്തെ പിടിക്കുന്നവർക്ക് 50,000 രൂപയോ അല്ലെങ്കിൽ അതിന് തുല്യമായ വെള്ളി നാണയങ്ങളോ ഇനാമായി പ്രഖ്യാപിച്ചു ആര്? ബ്രിട്ടീഷ് സർക്കാർ. അന്നേ ഉണ്ടായിരുന്നു ഒറ്റുകാരും ഇതിനോട് കൊതിയുള്ള വായ്നോക്കികളും നമ്മുടെ രാജ്യത്ത് ധാരാളമായി. 1858 ജൂൺ 5 രാജാവിൻ്റെ പവായിൻ എന്ന പ്രദേശത്തുള്ള രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സഹായം അഭ്യർത്ഥിച്ച്, കാരണം രാജാവ് തങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്തി സഹായം അഭ്യർത്ഥിച്ച് അവിടേക്ക് ചെന്നപ്പോൾ അഹമ്മദ് ഷായെ രാജാവും സഹോദരനും ചേർന്ന് ബ്രിട്ടീഷുകാരുടെ ഇച്ഛയ്ക്ക് വേണ്ടി ഈ 50,000 രൂപയ്ക്ക് വേണ്ടി വെള്ളി നാണയത്തിന് വേണ്ടി അദ്ദേഹത്തിനെ വെടിവെച്ചു കൊന്ന് തല മുറിച്ച് ബ്രിട്ടീഷ് മജിസ്ട്രേറ്റിന് കൈമാറുകയായിരുന്നു. സ്വന്തം നാടിനു വേണ്ടി പോരാടിയ മഹാനായ ഈ അഹമ്മദ് ഷാ എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലയോട്ടി ബ്രിട്ടീഷുകാർ മജിസ്ട്രേറ്റ് ഓഫീസിന് മുന്നിൽ കെട്ടിത്തൂക്കിയിട്ടു ജനങ്ങളെ ഭീതിപ്പെടുത്താൻ. അതോടൊപ്പം തന്നെ ഈ മനുഷ്യനോടുള്ള അത്രമേലുള്ള പകയും വൈരാഗ്യവും ഒക്കെ തീർക്കാൻ വേണ്ടി. അതും മതിയാകാഞ്ഞ് പിന്നീടത് ഉപ്പിലിട്ട് നേരെ ബ്രിട്ടനിലേക്ക് കൊടുത്തയച്ചു. രണ്ടാം ലോക മഹായുദ്ധം വരെ അവിടെ സൂക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷുകാർ പോലും എഴുതി സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ ഇന്നും നമുക്ക് വായിക്കാനും റെഫർ ചെയ്യാനും ലഭിക്കുന്നതാണ്. അതെ, അത്തരമുള്ള ആളുകളുടെ പോരാട്ട വീര്യത്തെ ബോധപൂർവം തമസ്കരിച്ചുകൊണ്ടാണ് മറ്റു പലതിനെയും പുകഴ്ത്തിയും വാഴ്ത്തിയും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ചരിത്രമൊക്കെ തമസ്കരിക്കപ്പെടുമെന്നറിയാമായിരുന്നിട്ട് പോലും അതൊന്നും രേഖപ്പെടുത്തി വെക്കാനോ സൂക്ഷിക്കാനോ ചരിത്രവായന നടത്താനോ കഴിയാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ
എന്തു പറയാനാണ്? ആരോട് പറയാനാണ്?